തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സ്വന്തം പാർട്ടിക്ക് ഒരു ദോഷമുണ്ടാക്കുന്ന രീതിക്ക് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അത്തരത്തിൽ കോൺഗ്രസിന്റെ കുഴി തോണ്ടുകയാണ് അവർ തന്നെ. ജാതി സെൻസസ് സമർപ്പിച്ചുകൊണ്ട് വലിയ കാര്യം ചെയ്തു എന്ന മട്ടിൽ തെലങ്കാന സർക്കാർ നിവർന്നു നിൽക്കുമ്പോഴാണ് ഇരുട്ടടി പോലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ആ പരാമർശം എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളല്ല എന്ന് ഇത് ഏറ്റുപിടിക്കാൻ BJPയും രംഗത്ത് വന്നു. അന്ത്യാവോളം വെള്ളം കോരിയിട്ട് കലമുടയ്ക്കുന്ന പരിപാടി അത് തന്നെയാണ് ഇപ്പോൾ തെലങ്കാനയും ചെയ്തിരിക്കുന്നത്. മോദി ഗുരുവിനെ പലപ്പോഴും BC നേതാവ് എന്നാണ് വിളിക്കുന്നത്. മോദി ഗുരു BC അല്ല, അദ്ദേഹം നിയമപരമായി പരിവർത്തനം ചെയ്യപ്പെട്ട BC ആണ്. മുഖ്യമന്ത്രി ആകുന്നത് വരെ അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന ജാതി മുന്നോക്ക ജാതികളുടെ കൂട്ടത്തിലായിരുന്നുവെന്നും മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം ജാതി BC പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും അദ്ദേഹം BC ആയി ജനിച്ചിട്ടില്ല എന്നും ജനിക്കുമ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ടവനായിരുന്നുവെന്നാണ് റെഡ്ഡി പറഞ്ഞത്. ഇത് BJPക്ക് നന്നായി ചൊടിച്ചു. സംസ്ഥാനത്ത് BCകൾക്ക് 42% സംവരണം വാഗ്ദാനം ചെയ്തതുപോലെ നൽകാൻ കഴിയാത്തതിനാണ് മുഖ്യമന്ത്രി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും BJP പാർലമെന്റ് അംഗവുമായ ബണ്ടി സഞ്ജയ് കുമാർ മറുപടിയും നൽകി. ആദ്യം അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ജാതിയും പശ്ചാത്തലവും ചോദിക്കണം എന്നായി BJPയുടെ ആവശ്യം. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദേശീയത, ജാതി, മതം എന്നിവ എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഫിറോസ് ജഹാംഗീർ ഗാന്ധി ആയിരുന്നു. ഹിന്ദു പാരമ്പര്യത്തിൽ പിതാവിന്റെ വംശപരമ്പരയിൽ നിന്നുമാണ് ജാതി പാരമ്പര്യമായി ലഭിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ മറ്റൊരു രാജ്യത്ത് നിന്നുമാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ്? ഹൈദരാബാദിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ചോദിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ജാതിയും ജന്മവും വരെ ചോദിച്ചറിയേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് നൽകുന്നതിനായിട്ട് BCകളുടെ സംവരണം എടുത്തു കളയാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്നും BJP അവകാശപ്പെടുകയാണ്. BJPയുടെ നിലപാട് വളരെ ശക്തമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് സംവരണം ഉണ്ടാകില്ല. രേവന്ത് റെഡ്ഡിക്ക് തന്റെ വഴിതിരിച്ചുവിടൽ തന്ത്രങ്ങൾ മറക്കാൻ കഴിയും. ഇതായിരുന്നു BJPയുടെ ആരോപണം. തെലങ്കാന നിയമസഭയിൽ ജാതി സർവേ സമർപ്പിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നോക്ക വിഭാഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണിത്. ഫെബ്രുവരി 4-ന് റെഡ്ഡി സർക്കാർ സമർപ്പിച്ച സർവേ പ്രകാരം സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 56.33% പേരും BC വിഭാഗക്കാരാണ്. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ വിദ്യാഭ്യാസം, തൊഴിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ BC വിഭാഗത്തിന് 42% സംവരണം നൽകുന്നതിനെ പിന്തുണയ്ക്കുന്ന ഒരു ബില്ല് അവതരിപ്പിക്കുമെന്നും സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും കോട്ട സുപ്രീം കോടതിയുടെ 50% സംവരണ പരിധി ലംഘിക്കുന്നതായിരിക്കുന്നതിനാൽ ബില്ലിന് കേന്ദ്രത്തിന് പിന്തുണയും ആവശ്യമാണ്.